നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാൻ പോവാണ്. ആദ്യം റംസാൻ. ഓക്കെ, റംസാൻ, യുവർ ഐഡിയൽ ലൈഫ് പാർട്ട്ണർ, ആ ആൾക്ക് വേണ്ട 3 ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? മൂന്നുമില്ല, എല്ലാം കൂടെ ഒറ്റ ക്വാളിറ്റി ഉള്ളൂ. മനസ്സിലാക്കിയാൽ മതി. അണ്ടർസ്റ്റാൻഡിങ്. ഓ, നിങ്ങൾക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയാത്തൊരു കാര്യം എന്താണത്? തോട്ട്സ്. കാരണം മൊബൈൽ ഇല്ലാതെ ഞാൻ കുറെ കാലം ജീവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്താണ്. പക്ഷെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ആലോചിക്കാത്ത ഒരു ദിവസം പോയി കഴിഞ്ഞാൽ ആ ദിവസം തന്നെ ഭയങ്കര ബ്ലാങ്ക് ആയിരിക്കും. എല്ലാവരും അങ്ങനെ തന്നെയാണ്, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആലോചിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇനി ദിസ് ഓർ ദാറ്റ് എന്നുള്ള രീതിയിലാണ്. ക്വാളിറ്റി ഓഫ് ലൈഫ് ആണോ അതേ ക്വാണ്ടിറ്റി ഓഫ് ലൈഫിനാണോ വാല്യൂ കൊടുക്കുന്നത്? ക്വാളിറ്റി ഓഫ് ലൈഫ്. അതെനിക്ക് അറിയാം, നീ അതേ പറയുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു, പിന്നെ വെറുതെ. ഇനി സർട്ടിഫിക്കറ്റ്സ് ഓർ എക്സ്പീരിയൻസ്. 3 kids with no money or no kids with 3 crore? എനിക്ക് രണ്ടും അത്ര താല്പര്യമുള്ള കാര്യമായിട്ട് തോന്നിയില്ലല്ലോ. വിത്തൗട്ട് എനിവൺ വിത്ത് എന്താ പറയാ, കുട്ടികൾ വേണം. അയ്യോ, അത് ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല. 23 വയസ്സുകാരായോട് ഞാൻ കല്യാണത്തെ പറ്റി ആലോചിച്ചിട്ടില്ല. തിരിച്ചറിയാൻ പ്രായമാകാത്ത ആളോട് അതൊക്കെ അറിയാം, എന്നാലും കുട്ടികൾ വേണോ ചോദിക്കുന്നത് തെറ്റാണല്ലേ? തെറ്റൊന്നല്ല, അത് ഓരോരുത്തരുടെ ലൈഫ് പാറ്റേൺ പോലെ ഇരിക്കും. എന്റെ ലൈഫ് പാറ്റേണിൽ ആ ക്വസ്റ്റ്യൻ ഇപ്പോ നെസസറി അല്ല. ഇനി ഫ്രീ വൈഫൈ ആണോ അതെയോ ഫ്രീ ഫുഡ് ആണോ ചൂസ് ചെയ്യാ? ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഫ്രീ ഫുഡ്. ഇനി ഒറ്റ വാക്കിൽ നിങ്ങളെ കുറിച്ച് വിവരിക്കുക. സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ്, ഉള്ളിൽ ഫയർ ഉള്ള ഒരു. അതെ, ഒരിക്കൽ സക്സസ് ആവുന്നുള്ള ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ്. സൂപ്പർ. ഇനി മണിച്ചിത്ര താഴെ ചിത്രത്തിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയെന്ന് വിചാരിക്കും, അതിൽ ഏത് ക്യാരക്ടർ ആയിരിക്കും ചൂസ് ചെയ്യുക? ഇഷ്ടം അതിലുള്ള ഏത് ക്യാരക്ടേഴ്സ് വേണമെങ്കിലും റംസാന് ചൂസ് ചെയ്യാം. വിനീതന്റെ ക്യാരക്ടർ ചിലപ്പോ എനിക്ക് ചെയ്ത ഇഷ്ടം. പിന്നെ കിണ്ടി നല്ല ക്യാരക്ടർ അല്ലേ? കാരണം ലാലേട്ടന്റെ ക്യാരക്ടർ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അയ്യോ, അത് നമ്മൾ 2.5 മണിക്കൂർ സ്ക്രീനിൽ ആൾക്കാർ കണ്ടിരിക്കണമെങ്കിൽ അത്രയും വലിയ ആളായിരിക്കണം. ശോഭന മാമിന്റെ കൂടെ ഡാൻസ് പെർഫോമൻസ് ചെയ്ത് തമിഴ് ഹിന്ദിയിലാണ്. രാമനാഥൻ. ഇനി യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റി ഡാൻസർ ഹൃതിക് റോഷൻ. ഞാൻ പറയാൻ വരുമായിരുന്നു, ഒരു പെൺകുട്ടിയെ കണ്ടാൽ ആദ്യം എന്താണ് നോട്ടീസ് ചെയ്യുക? അതായത് സ്വഭാവം, മനസ്സതൊന്നും പറയല്ലേ? ഇല്ല, സ്മൈൽ. ഓക്കെ. ഒബാമ ഏത് രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ? അല്ലടാ, അല്ല, ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റ് ആണ്. എന്റെ ദൈവം വള്ളി ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി മേലാൽ ഇമ്മാതിരി ഞാൻ ആഗ്രഹിച്ചിരിക്കരുത് ഇതിന് എന്റെ ഈ ക്വസ്റ്റ്യൻ പാളിപ്പോരുതേ എന്ന് ഞാൻ പെട്ടെന്ന് ഈ ആൻസർ ക്വിക്ക് ആൻസർ അതങ്ങനെ വരുള്ളൂ, അതുകൊണ്ടാണല്ലോ ഞാൻ ഇത് എഴുതിയത്. അപ്പൊ അങ്ങനെ എന്റെ വലയിൽ വീണ ഒരു പാവം കുഞ്ഞായിട്ട് റംസാൻ ഇവിടെ ഇരിക്കുകയാണ്. ഈ കുട്ടിയാണ് ഇനി അടുത്ത ഈ കിളി എന്താണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ GK ഷാലിന്റെ ആദ്യത്തെ റംസാന് വേണ്ടി ഒരു മാട്രിമോണിയൽ ആഡ് ചെയ്യണം, എന്തൊക്കെയായിരിക്കും അതിനകത്ത്? ഗുഡ് ലുക്കിംഗ് ഗൈ, ഗുഡ് ഫാമിലി ആൻഡ് വാട്ട് ഗുഡ് ലുക്കിംഗ് ഗൈ. അത് സത്യം പറഞ്ഞാൽ അതൊക്കെ എഴുതി കഴിഞ്ഞപ്പോ ആരും വരൂല. അത് നിന്റെ ഡിഗ്രി ആ സാധനങ്ങളൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ എഴുതും. പിന്നെ സ്നേഹിക്കാനുള്ളൊരു മനസ്സ്, ഏത് മൂഡ് ഓഫും മാറ്റി തരുന്ന അദ്ദേഹത്തിന്റെ കയ്യിലൊരു കഴിവുണ്ട്, ഡാൻസ്. ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഫ്ലേവർ ഏതാണ്? ചോക്ലേറ്റ്. എന്തുകൊണ്ട്? ഐ ഡോണ്ട് നോ, എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഫോണിന്റെ പാസ്വേഡ് എന്താണ്? ഞാൻ പറയില്ല. ഇല്ല, എനിക്ക് പറയണ്ട. ശരി, ഇനി സാധാരണമായി പറയുന്ന ഒരു കള്ളം. ട്രാഫിക് റോഡ് ബ്ലോക്ക് ആയി, അതുകൊണ്ട് ഞാൻ ലേറ്റ് ആയി എന്നുള്ള എപ്പോഴും സ്ഥിരം പറയുന്നതാണ്. ഇനി മറ്റുള്ളവർ ആദ്യം നിങ്ങളിൽ നോട്ടീസ് ചെയ്യുന്നത് എന്തായിരിക്കും എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അതായത് എനിക്ക് തോന്നുന്നു കണ്ണ് പറയാറുണ്ട് എല്ലാവരും കാണുമ്പോൾ. ഓക്കെ, ഇനി യെസ് ഓർ നോ ആണ്. ലൈഫിൽ എപ്പോഴെങ്കിലും ഇഷ്ടപ്പെട്ട വ്യക്തിയെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്തിട്ടില്ല. പബ്ലിക് എക്സാമിൽ ഫെയിൽ ആയിട്ടുണ്ടോ? ഇല്ല. ബസ് ടിക്കറ്റ് ഇല്ലാതെ ബസ്സിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അത്രയും ധൈര്യമുള്ള ഒരാളല്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഈ നമ്മുടെ നാടുമായിട്ട് ഇടപെട്ടിട്ടുള്ള. ന്യൂസ് പേപ്പർ ഡെയിലി വായിക്കാറുണ്ടോ? ഇല്ല. ഓക്കെ, ഇനി താങ്കൾ ഒരു സ്റ്റുപ്പിഡ് ആണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ചില സമയങ്ങളിൽ തോന്നാറുണ്ട്. ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. ആക്ടിംഗ് അല്ലെങ്കിൽ ഏത് പ്രൊഫഷൻ ആയിരിക്കും താഴെ പറയുന്ന ആർട്ടിസ്റ്റുകൾ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് സ്യൂട്ട് ആവണമെന്നാട്ടോ പറയേണ്ടത്? ഞാൻ കുറച്ച് ലിസ്റ്റ് തരും, അവർക്ക് നമ്മൾ വേറൊരു പറയണം. ആദ്യത്തെ ആള് മഞ്ജു വാര്യർ, ബിസിനസ് വുമൺ. പാർവതി തിരോത്ത്, പൊളിറ്റീഷ്യൻ, അഡ്വക്കേറ്റ് ഓഫ് സംതിങ് റൈറ്റ്സ്, അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കും. അന്ന എവിടെയെങ്കിലും
എല്ലാ സിനിമയിലും അങ്ങനെയാണ്. എവിടെയെങ്കിലും ട്രാപ്പായി കിടക്കുന്ന ഒരു കുട്ടിയായിരിക്കും അത്. പുള്ളിക്കാരി നമുക്കൊരു ഹെൽപ്പ് ലൈൻ അതോറിറ്റിയുടെ ഹെഡ് ആയിട്ട് വെക്കാം. അല്ലാതെ ഒരു ജോലിയാണെങ്കിൽ ആ കുട്ടി ജോലിയാണെങ്കിൽ ഐ തിങ്ക് ഷീസ് ഗുഡ്. എനിക്ക് അതിന് പെർട്ടിക്കുലർ കാര്യമായിട്ട് കിട്ടുന്നത് ഷീസ് ഗുഡ് അറ്റ് ഫാഷൻ, ഫാഷൻ ഡിസൈനർ. കീർത്തി സുരേഷ്, ജോലി കീർത്തി സുരേഷ് ഏതെങ്കിലും ഒരു ജോലി, അവരുടെ രൂപം, എനിക്ക് അവരുടെ സിനിമാ നടി അല്ലാണ്ട് എനിക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അയ്യോ എന്താ അല്ലേ, ആക്ട്രസ് തന്നെ കീർത്തി സുരേഷ്. നല്ലൊരു കോംപ്ലിമെന്റ് അല്ലേ. ഇനി ഗാന്ധിജിയുടെ ആരായിരുന്നു ഇന്ദിരാഗാന്ധി? ഗാന്ധി എന്നുള്ള പേരിൽ ഗാന്ധി ഉണ്ടെന്നുള്ളതേ ഉള്ളൂ, അല്ലാണ്ട് ഉണ്ടോന്നുള്ളത് എനിക്കറിയില്ല. വെരി ഗുഡ്. അവർ തമ്മിൽ ഒരു ബന്ധമില്ല. അങ്ങനെ നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം